ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് കോടതിയിൽ ഞെട്ടിത്തെറിച്ചിരിക്കുവാണ് അനാമിക. സ്വപ്നത്തിൽ പ്രതീക്ഷിച്ച കാര്യമല്ല തന്റെ ഭൂതകാലമൊക്കെ ചെകഞ്ഞെടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ളത്. അതുപോലെ തന്നെ ഇത്രയും മാത്രം പ്രകടനം നവീൻ വക്കീൽ കാഴ്ചവെക്കുമെന്നും ഈ പറയുന്ന നന്ദകുമാർ വക്കീലും വിചാരിച്ചില്ല. ഒടുവില് ജഡ്ജി ചോദിച്ചു, അല്ല ഇനിയിപ്പം തങ്ങൾക്ക് എന്തേലും കോടതിയെ ബോധിപ്പിക്കാനുണ്ടോന്ന് ചോദിക്കും അനാമികയോട്. അനാമിക എന്ത് ചോദിക്കാനായിട്ടാ? ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ നവീൻ വക്കീൽ വെളിപ്പെടുത്തി. ഇനി എന്തേലും പറഞ്ഞ് വാ തുറന്നിട്ടുണ്ടെങ്കിൽ അതിനെ അടുത്ത തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോന്നെ. ഒടുവില് അനാമിക ഇല്ലാന്ന് പറയാണ്. കോടതിക്ക് സത്യാവസ്ഥ ബോധ്യപ്പെട്ടു. അനാമികയുടെ വീട്ടുകാരൻ ചെയ്ത ചതി എന്താണ്? തെളിവുകൾ സഹിതം നവീൻ വക്കീല് അവിടെ വെളിപ്പെടുത്തിയത്. നരസിംഹ വക്കീലിന്റെ പേര് കളഞ്ഞില്ല. നന്ദകുമാർ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. നന്ദകുമാർ ഓർത്തു, ഓ ഇവനെന്ത് വേറൊരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ, ഇന്നലെ മുളച്ചവൻ, പിന്നെ ഇവനെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? തനിക്ക് ഭയങ്കര എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ തന്നെ കൊണ്ട് എല്ലാം സാധിക്കും. ഇവനെ തനിക്കിട്ട് വട്ട് നളിക്കാം. കഴിഞ്ഞ കോടതിയിൽ അങ്ങനെയാണല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ സില്ലിയായിട്ട് എടുത്താണ് നന്ദകുമാർ വന്നത്. പക്ഷെ നന്ദകുമാറും പെട്ടുപോയി. ഒടുവില് കോടതിയില് കള്ളത്തെളിവുകളൊക്കെ ഉണ്ടായി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് നന്ദകുമാറിന് താക്കീത് കൊടുക്കുന്നുണ്ട് കോടതി. അത് മാത്രമല്ല അനാമിയൊക്കെ കള്ളക്കേസ് കൊടുത്താന്ന് മനസ്സിലായി. പിന്നീട് മൂർത്തി മുത്തശ്ശനെ അനന്തപുരിയിൽ ഉള്ളവരെയും വെറുതെ വിടുവാണ്. തല്ലിയതിനൊന്നും ഒരു ശിക്ഷ പോലും കൊടുത്തില്ല. പിന്നെ അനാമിയയ്ക്കും വേണുവിനും ഒക്കെ താക്കീതും കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ശിക്ഷ കിട്ടാണ്ടാണ്. നിങ്ങൾ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും നിങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ കുറ്റം കെട്ടിവെക്കാൻ ശ്രമിച്ച എന്നൊക്കെ പറഞ്ഞ് നല്ല താക്കീതും കൊടുത്താ വിട്ടത്. അവരും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. 50 കോടി പോയിട്ട് ഒരു 50 പൈസ തൊട്ടുപോലും അവർക്ക് കിട്ടിയില്ല. അങ്ങനെ നാണം കെട്ടി തല താഴ്ത്തി കോടതിയിൽ നിന്ന് വെളിയിലേക്ക് അനാമിക വേണും കൂടെ ഇറങ്ങി വരുമ്പോ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കാത്തിരിക്കുക. ഹനിയൊക്കെ ഉണ്ട്. മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു, അതെ കള്ളത്തരം ഒരിടത്തും വിജയിക്കില്ല വേണു. അത് ഇനിയെങ്കിലും നീ പഠിക്കുക. നീ നിന്റെ മോളും ചേർന്ന് ഞങ്ങളെ കുറെ അധികം നാണം കെടുത്താൻ ശ്രമിച്ചു കോടതിയില്. അത് കൂടാതെ ന്യൂസ് ചാനലൊക്കെ വന്നിരുന്ന് എന്തൊക്കെയാ പറഞ്ഞേ. ഇപ്പൊ ഞങ്ങൾക്ക് പറയാനായിട്ട് തെളിവുകൾ കുറെ ഉണ്ട്, കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് തെളിവുകളും ഉണ്ട്. ഞങ്ങൾ ഈ തെളിവുകളൊക്കെ നിരത്തിയാറുണ്ടല്ലോ ന്യൂസ് ചാനലിന് മുൻപിൽ പോയി നിന്നിട്ട്. നിനക്കൊക്കെ കിട്ടിയതിന്റെ ഇനി ഇരട്ടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇപ്പൊ കിട്ടിയതിന്റെ ഇരട്ടി കിട്ടും. അപ്പോഴേക്കും വേണുവിനെ അനാമികൊന്ന് നോക്കി. ആ സമയം മുത്തശ്ശി പറഞ്ഞു, എന്നാലും നീ ഇത്തരം ഒരു പെൺകുട്ടിയാന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അനി ആദ്യമേ തന്നെ വേണ്ട പറഞ്ഞ വിവാഹം വേണ്ടെന്ന്. പക്ഷെ എങ്കില് ഇത്രയ്ക്ക് ഒരുത്തിയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ ആ കുടുംബത്തിന്റെ 7 അയലക്കത്ത് പോലും അടുപ്പിക്കില്ലായിരുന്നു. അവർക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം അനാമിക വിവാഹത്തിനു മുമ്പ് ഗർഭിണിയായിരുന്നെന്ന് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം. ശരിക്കും പറഞ്ഞാല് അനി അനാമികയും തമ്മിൽ ഒരു വിവാഹ ജീവിതം തുടങ്ങാതിരുന്ന നല്ല കാര്യം തന്നെയാ. അല്ലായിരുന്നെങ്കിലോ അനിയുടെ ജീവിതം തകർന്നു പോരും. ഇനി അവള് ഗർഭിണിയായി അതിനകത്തൊരു കുഞ്ഞും കൂടെ ഉണ്ടായി കഴിഞ്ഞായിരുന്നെങ്കിൽ അനന്തപുരിക്കാർക്ക് തലവേദന ആയേനം. അനാമികനെ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് കാര്യങ്ങളൊക്കെ വന്നേനം. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു ആശ്വാസം മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവർക്കും ഉണ്ടായിരുന്നു. കോടതിക്ക് പുറത്തേക്ക് നവീൻ വക്കീൽ ഇറങ്ങി വന്നപ്പോ മുത്തശ്ശൻ പോയി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അപ്പോഴേക്കും നവീൻ വക്കീൽ പറഞ്ഞു, ഇത് എന്നോട് നന്ദി പറഞ്ഞിട്ട് കാര്യമില്ല. നിൽക്കുന്ന നന്ദു ഉണ്ടല്ലോ, അവളോടും കൂടെ നന്ദി പറയണ്ട. അവളാണ് കൃത്യസമയത്ത് തെളിവുകളൊക്കെ കൊണ്ടുവന്ന് ഹാജരാക്കിയത്. എന്റെ മുന്നിൽ എനിക്ക് വേണം തെളിവുകളൊക്കെ കൊണ്ടുതന്നെ. അതുകൊണ്ടാണ്. ആ സമയം മുത്തശ്ശി പറഞ്ഞു, അല്ലേലും നന്ദു ആള് മിടിക്കല്ലേ. എനിക്ക് സന്തോഷമായി. നന്ദുവും കൂടെ കൂടിയാണല്ലോ തങ്ങളെ രക്ഷിച്ചേ. നന്ദുവിന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അവള് മുമ്പേ ഡ്രഗ്സിനൊക്കെ അടിപ്പെട്ടിട്ടുള്ള കാര്യമൊക്കെ നന്ദുവിനെ അറിയാവുന്നായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നന്ദു ആ രീതിക്ക് ഒരു അന്വേഷണമൊക്കെ നടത്തിയത്. അവളുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര ക്ലിയർ അല്ലെന്ന് അറിയായിരുന്നു. പിന്നെ നന്ദു ഒരു പോലീസുകാരിയല്ലേ, ആ ബുദ്ധിക്ക് ചിന്തിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ നവീൻ വക്കീല് മുത്തശ്ശനോടൊക്കെ സംസാരിച്ചിട്ട് തിരിയുമ്പത്തേനുമാണ് നന്ദകുമാർ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. നന്ദകുമാർ നാണിച്ച് തല താഴ്ത്തി ഇറങ്ങി വരുന്നേ. തല ഉറുത്താൻ അയക്ക് പറ്റുമോ? നന്ദകുമാറിന്റെ അടുത്ത് എന്നിട്ട് നവീൻ വക്കീൽ പറഞ്ഞു, അതെ വക്കീലെ, ആരെ ചെറുതായിട്ട് കാണരുത്. വലിയവരോ ചെറിയൊന്ന് കാണരുത്. ആരെയും വില കുറിച്ച് കാണുകയും ചെയ്യരുത്. ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം മനസ്സിലായല്ലോ. അതെ, നമ്മുടെ സംസാരത്തിലല്ല പ്രവൃത്തിയില്ല കാര്യം. അധികം നമ്മൾ സംസാരിക്കാൻ പോയിട്ട് കാര്യമില്ല. കണ്ടില്ലേ, ഇന്നലെ വക്കീൽ എന്നെ വെല്ലുവിളിച്ചു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ കള്ളത്തരത്തിലൂടെയല്ല ഞാൻ നേടിയത്, സത്യത്തിലൂടെയാണ്.
സത്യത്തിലൂടെ ജയിക്കാനായിട്ടാണ് എൻ്റെ മുത്തശ്ശൻ നരസിംഹ വക്കീൽ എന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ സത്യത്തിന്റെ പാതയെ ഞാൻ പിന്തുടർന്നേ. പക്ഷെ വക്കീലോ കുറെ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കി കോടതിയെ അവിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് എന്തായി? ശരിക്കും നാണം കെട്ട് തലകുനിച്ച് അവരും കൂടെ ഇറങ്ങിപ്പോന്നെ. അങ്ങനെ വേണു അനാമികയ്ക്കൊക്കെ അതിനേക്കാൾ നാണക്കേടായി. ആരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവരും കൂടി പോയി. ഇതിനുശേഷം മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ജലജൻ ജാനകിയോ കാത്തിരിക്കോ, എങ്ങനെയായി, ശിക്ഷ കിട്ടിയോ എന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ജാനകി എന്നിട്ട് ചോദിച്ചു, എന്തായി വെച്ചാ കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു. നവീനുണ്ടല്ലോ, അവന് നരസിംഹന്റെ പേര് കാത്തെന്ന് പറയണം. അവന്റെ പ്രകടനം ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു കോടതിയില്. അവൻ അനാമികനെയൊക്കെ പൊളിച്ചടുക്കിയില്ലേ. അവര് പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നു. ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. നീ നിന്റെ മരുമോളെ കുറിച്ചൊക്കെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ഹനി പറഞ്ഞു, അമ്മയുടെ മരുമോള് നല്ല ഒന്നാം തരം മരുമോള് തന്നെയായിരുന്നു. കല്യാണത്തിന് മുമ്പ് അവളൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ടുണ്ടോ? വെറുതെ കള്ളത്തരം പറയരുത്. അതെ, തെളിവ് സഹിതം കോടതിയിൽ ഹാജരാക്കിയത് അറിയാവോ? ഇനി സംശയം ഉണ്ടെങ്കിൽ അമ്മ പോയി ചോദിക്ക്, ആ നബീ വക്കീലിനോട് ചോദിക്ക്. അത് മാത്രമല്ല, അവന് കുറെ പ്രണയം ഉണ്ടായിരുന്നു. ദേവേന് പറഞ്ഞു, നിന്റെ മോൻ രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാ മതി. ജാനകി, എന്തോ ഭാഗ്യം അവന്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് മാത്ര. അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ, അവളുടെ പിടിയിൽ അമർന്നു പോയായിരുന്നെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു. മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ പെട്ടെന്നൊന്നും നമ്മുടെ മോൻ എങ്ങനെ കൊച്ചുമോനെ പിടിപ്പെടില്ല. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങള് നമ്മൾ ഒരിക്കലും കൈവിടില്ല. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, അല്ലായിരുന്നെങ്കിലോ എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശൻ പറഞ്ഞു, ഇനിയിപ്പം നവീൻ എന്ന് പറഞ്ഞാല് കേരളത്തിലെ നമ്പർ 1 വക്കീലാവും, അത് സംശയമില്ല. കാരണം ഈ ഒരു കേസോട് കൂടി തന്നെ അവൻ ഉറപ്പായിട്ട് ഫേമസ് ആവും. അത് കൂടാതെ വേറൊരു കാര്യം, ഈ പറയുന്ന അനാമികേനെയൊക്കെ അവൻ കോടതിയിലിട്ട് ശരിക്കും വെള്ളം കുടിപ്പിക്കുക ചെയ്ത് ആ കാഴ്ച ഒന്ന് കാണണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ കയറിപ്പോയി. ജലജയുടെ കർണത്ത് അടിയേറ്റ പോലെയായിപ്പോയി. ജലജയ്ക്കൊന്നും മിണ്ടാൻ പറ്റില്ല. ജലജ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നേ കോടതി ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് ശിക്ഷ കിട്ടുമെന്ന് ഓർത്തിരുന്ന, പക്ഷെ ഒന്നും കിട്ടിയില്ല. കോടതി വെറുതെ വിട്ടില്ലേ. എന്നാലും ഇത് ഇങ്ങനെ സംഭവിച്ചല്ലോ, അതൊക്കെ ഓർത്തിട്ട് നല്ല വിഷമം. ജലജയുടെ മുഖത്തെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, അല്ല അപ്പച്ചി, അപ്പച്ചിക്ക് എന്താ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നല്ലോ? ഞങ്ങൾ ജയിലിൽ കിടക്കാനായിരുന്നു അപ്പച്ചിക്ക് ആഗ്രഹം. അയ്യോ, നിങ്ങൾ പോയപ്പോ മുതൽ ഞാനിവിടെ പ്രാർത്ഥനയും നേർച്ചകളൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടിയിരിക്കുമായിരുന്നു. പൂജാമുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല. വലിയ കള്ളത്തരം തന്നെയാ പറയണേ. നയന പറഞ്ഞു, അത് അപ്പച്ചിയെ കണ്ടാലും മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ ആദർശമൊക്കെ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം വേണു അനാമിയൊക്കെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും രേവതി എന്നിട്ട് ചോദിച്ചു, എന്തായി കാര്യം? എങ്ങനെയാ, കോംപ്രമൈസിനും എല്ലാം തയ്യാറാവോ? പണം കിട്ടുമോ? കിട്ടും കിട്ടും, അവിടെ ഇരുന്നോ, ഇപ്പൊ ഉരുട്ടിക്കൊണ്ട തരൂന്ന് പറയണം. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നല്ലാതെ എങ്ങനെ പറയണം? 1 പൈസ പോലും കിട്ടില്ല. കിട്ടില്ലാന്നോ? അതെന്താ മോളെ? അല്ല, നിങ്ങളല്ലേ പറഞ്ഞേ പൈസ കിട്ടുമെന്നൊക്കെ. എന്റെ അമ്മേ, അവരെ കോടതി വെറുതെ വിട്ടു. വെറുതെ വിടാനോ? പിന്നെ കോടതി വെറുതെ വിടാതെ ഒരു തിരുമണ്ടം വക്കീലായിരുന്നു വാദിച്ചേ. അപ്പോഴേക്കും വേണു പറഞ്ഞു, മോളെ അങ്ങനൊന്നും പറയരുത്, തിരുമണ്ടനൊന്നും പറയരുത്. അയാൾ നല്ല വക്കീല. പിന്നെ നല്ല വക്കീലാണ് പോലും. നല്ല വക്കീലാണ്. അയാൾ എന്താ ചെയ്യണ്ടേ? തെളിവുകളൊക്കെ ഉണ്ടാക്കി, കള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കി അവരെ അകത്താക്കുമല്ലേ ചെയ്യണ്ടേ? അല്ലെങ്കിൽ അവരെ നമ്മുടെ കാൽച്ചൂട്ടിലേക്ക് കൊണ്ടുവരണമായിരുന്നു. അതിന് പകരം അയാൾ എന്താ കാണിച്ചു കൂട്ടിയത്? ഒടുവിൽ നാണം കെട്ട് തൊലി ഒരിഞ്ഞു പോയില്ലേ? ആ സമയം രേവതി വെച്ച് എന്തൊക്കെയാ സംഭവിച്ചേ? വേണു പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് സംഭവിക്കാൻ? നമ്മുടെ കുടുംബചരിത്രം മുതൽ അവള് പുറത്തെടുത്തു. അപ്പോഴേക്കും അനാമി പറഞ്ഞു, അത് മാത്രമല്ല അച്ഛന്റെ പല രഹസ്യങ്ങളും ചെകഞ്ഞെടുത്തെന്ന് പറയണം. അപ്പോഴേക്കും വേണുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. വേണുവിന്റെ ആറ്റിങ്ങിലെ കേസും ഇതൊക്കെ രേവതി അറിഞ്ഞാൽ തീർന്നു. ആ സമയം വേണു ഇങ്ങനെ അനാമിയെ കണ്ണടച്ച് കാണിക്കുമല്ലോ, പറയല്ലേ മോളേന്ന്. രേവതി കോടതിയിലില്ലാത്ത ഭാഗ്യം, അല്ലെങ്കിൽ വേണുവിനെ പീസ് ആക്കിയേന. പല കേസ് കെട്ടുകളും പൊക്കുകയും ചെയ്തല്ലോ. ആ സമയം അനാമി പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വലിയൊരു നാണക്കേട് ഉണ്ടാവാനില്ല. ആ അനന്തപുരിക്കാരുടെ മുന്നിൽ നമ്മൾ ഒന്നും അല്ലാതായി തീർന്നല്ലോ അച്ഛാ. ഇനിയിപ്പൊ എങ്ങനെ എല്ലാവരുടെ മുഖത്ത് നോക്കും? അത് ശരിയാ, ഇത് ചാനലുകാരൊക്കെ വലിയ വാർത്തയാക്കും. കാരണം ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല നടന്നിരിക്കുന്നത്. അനന്തപുരിക്കാരുടെ മുഖത്ത് കരിവാരി തേക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം നമ്മളെ കൂടെ ക്രൂശിലേറ്റുമെന്ന് അറിയില്ല. അപ്പോഴേക്കും അനാമി പറഞ്ഞു, എനിക്കാണെങ്കിൽ അതിനേക്കാൾ ഇവര് ആ ഷെഫിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അവനുമായിട്ടുള്ള വിവാഹം നടത്താനായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാം എന്നൊക്കെ കരുതിയിരുന്ന ആ പൈസയുടെ കാര്യത്തിലും തീരുമാനമായി. ഇങ്ങനെ പോയ ഡിവോഴ്സ് ഒക്കെ ഈസി ആയിട്ട് നടക്കും. ആ സമയം രേവതി പറഞ്ഞു, മോളെ നിനക്ക് പറയാൻ പറ്റില്ല, നിന്നെ നന്നായിട്ട് ഉപദ്രവിച്ചെന്ന്. ഉപദ്രവിച്ചു. വേണു പറഞ്ഞു, ഇവൾ അവനെ ഉപദ്രവിക്കുന്ന വീഡിയോസ് ആയതുവാ കോടതി ഹാജരാക്കിയിരിക്കുന്നത്. പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇരിക്കുന്നേ? അങ്ങനെ മൊത്തം പൊട്ടി പാളീസായപ്പോ അതിൻ്റെതായ ഒരു ടെൻഷന് രണ്ടുപേരുടെ മുഖത്തുണ്ടായിരുന്നു. കോടി കിട്ടുമെന്ന് പറഞ്ഞ് പോയിട്ട് ഒരു കോടിയും കിട്ടാതെ വന്നതിന്റെ
വിഷമമുണ്ട്. അതിനേക്കാളുപരി ഇനി പുറത്തിറങ്ങി നടക്കാനും പറ്റില്ല, നാണക്കേട് കാരണം. ആ ഒരു വിഷമമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇതേ സമയമാണ് കനക നവ്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. എന്നിട്ട് വീട്ടിലേക്ക് ഒന്ന് വരാൻ പറയാണ് നയനയും കുട്ടിക്കുണ്ട്. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വന്നു. ഈ സമയം നന്ദു നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. നന്ദിന് ഡ്യൂട്ടി ടൈം ആയിരുന്നല്ലോ. അങ്ങനെ സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകാംക്ഷയോട് കൂടിയിട്ട് സച്ചി വെച്ചു, അങ്ങനെ എന്തായി കോടതിയിലെ കേസൊക്കെ? ആ സമയത്ത് നന്ദു പറഞ്ഞു, എൻ്റെ സാറേ, കോടതിയിലൊന്നും വരേണ്ടതായിരുന്നു. എനിക്ക് പോലും രോമാഞ്ചം തോന്നിപ്പോയി. അതെന്താ നന്ദു അങ്ങനെ പറഞ്ഞേ? അമ്മാതിരില്ലായിരുന്നോ നവീൻ ചേട്ടൻ വാദിച്ചത്? ഒന്ന് കാണ്ട കാഴ്ച തന്നെയായിരുന്നു. ഒടുവില് കോടതി മൂർത്തി മുത്തശ്ശനെ എല്ലാരെയും വെറുതെ വിട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ സന്തോഷം കൊണ്ട് എനിക്ക് അവിടെ കിടന്ന് തുള്ളി ചാടാനോ തോന്നിയത്. അത് കേട്ടത് സിയയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. സച്ചിയുടെ അനാമികക്ക് നല്ല താക്കീതും കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുകൂടെ വിളറി വെളുത്തു. ആ സമയം ഒരു കാര്യം മനസ്സിലായി നന്ദുവിന്, ഇയാളും അവരോടൊപ്പം ഉണ്ടെന്നുള്ള കാര്യം. നന്ദു പറഞ്ഞു, എന്താ സാറേ, സാറിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ? ഒന്നുമില്ല. ശിക്ഷ കിട്ടിയില്ലല്ലേ? ഞാനും ഓർത്തരം ശിക്ഷ കട്ടില്ലെന്ന്. സാർ അങ്ങനെ വിചാരിച്ചോ? പിന്നല്ലാതെ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. ആ അനന്തപുരി പോലെയുള്ള വലിയൊരു കുടുംബത്തിലെ അംഗങ്ങളല്ലേ, അപ്പൊ അവർക്ക് ഈ പെങ്കുച്ചു കാണും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന്. സാറിന്റെ നല്ല മനസ്സിന് ഒത്തിരി നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞൊന്ന് ആക്കി ചിരിച്ചിട്ട് നന്ദു അങ്ങോട്ടേക്ക് പോയി. നന്ദുവിന്റെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പം സിയയ്ക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. അവൻ രക്ഷപ്പെട്ടു, അവനെ അകത്തിടുവായിരുന്നെങ്കിൽ തന്റെ കാര്യം കുറച്ചുകൂടെ എളുപ്പമായേനെ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തിയേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ പണി പാളും. നിശ്ചയം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്തൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയാൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നയനയും നവ്യൊക്കെ വീട്ടിലേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും നവ്യ ചോദിച്ചു, അല്ല എന്താമ്മേ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? അത് പിന്നെ ഈ ഞായറാഴ്ചയാണല്ലോ എൻഗേജ്മെന്റും കാര്യങ്ങളും, അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാ നിങ്ങളെ രണ്ടുപേരും വിളിപ്പിച്ച്, എന്തൊക്കെ ചെയ്യണം, എന്ത് വേണം വേണ്ടെന്നൊക്കെ. അപ്പോഴേക്കും നയന പറഞ്ഞു, എനിക്കെന്തോ ആ സിയയിൽ അത്ര അങ്ങോട്ട് വിശ്വാസം പോരാ. കനക പറഞ്ഞു, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ? അങ്ങനൊന്നും പറയരുത്, അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാ, നല്ല പയ്യനാ. ഗോവിന്ദനും പറഞ്ഞു, അതെ അവൻ നല്ല പയ്യനാ, അവന്റെ വീട്ടുകാരുടെയൊക്കെ ഒരു എളിമ കാണണം. ആ വീട്ടുകാരുടെയൊക്കെ അച്ഛനോ അമ്മയോടും ഒക്കെ എന്ത് സ്നേഹമാണെന്നറിയാവോ സച്ചിമോന്. കനക പറഞ്ഞു, അതെ നല്ല കുടുംബം, ഈ കുടുംബത്തിൽ കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു ബന്ധം തന്നെ ഇത്. അപ്പോഴേക്കും നവി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തി വിടുന്നതാ നല്ലത്. നയനിക്ക് പക്ഷെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നന്ദുവിന്റെ ജീവിതമാണ്. ആ സമയം നയനി വെച്ച്, അമ്മ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ എൻഗേജ്മെന്റ് ഒക്കെ നടത്തുന്നത്? ഇനി ഇപ്പൊ എന്താ ആലോചിക്കാനായിട്ടാ? ഒന്നും ആലോചിക്കാനില്ല, എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കണം. അറിയാലോ, എങ്ങാനും നന്ദുവിന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് നടത്തിയില്ലെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് കനക സന്തോഷിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.